ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് നമ്മുടെ യൂണിറ്റ് 3 ദ ഡ്രീം ബൈസൈക്കിൾ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ എല്ലാവരും യൂണിറ്റ് 5 ദി ബേബി എലിഫന്റ് കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ക്ലാസ് യൂണിറ്റ് 5 ദി ബേബി എലിഫന്റ് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ മറ്റ് യൂണിറ്റ്സിന്റെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 6 ദ ഡ്രീം ബൈസൈക്കിൾ. എന്താണ് ഡ്രീം എന്ന് വെച്ചാൽ? ഡ്രീം എല്ലാവരും ഡ്രീം കാണാറുണ്ടല്ലോ അല്ലെ. ഡ്രീം എന്ന് വെച്ചാൽ എന്താ? സ്വപ്നം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഒരു കുട്ടിയുടെ സ്വപ്നമാണ് ബൈസൈക്കിൾ വേണം എന്നുള്ള ഒരു സ്വപ്നമാണ് ഇവിടെ നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നത്. ഒരു കഥയാണ്. ഓക്കെ, ഇവിടെ എന്താ ഈ ചിത്രത്തിൽ കുട്ടി എന്താ ചെയ്യുന്നത് നോക്കൂ. ഒരു ആൺകുട്ടി ഇരുന്ന് ചിത്രം വരയ്ക്കുകയാണ് അല്ലെ. ഒരു ബോയ് ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? ചിത്രം വരയ്ക്കുകയാണ്, ഡ്രോ ചെയ്യാണ്. നമുക്ക് റീഡ് ചെയ്യാം. What color shall I use here? Blue. Why not red? That will be better. I wish I had a bicycle like this. I will show this to my father. Thought Sonu. അപ്പൊ ഈ കുട്ടിയുടെ പേരെന്താണ്? സോനു. ഓക്കെ, അപ്പൊ സോനു എന്താ ചെയ്യുന്നത്? ഒരു ബൈസൈക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ബൈസൈക്കിൾ ഡ്രോ ചെയ്യാണ്. അപ്പൊ അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് കളർ കൊടുക്കാം? ബ്ലൂ കൊടുക്കാം. പിന്നെ അവൻ ചിന്തിക്കുകയാണ്, വേണ്ട, എന്താ റെഡ് കൊടുത്താൽ എന്താ? അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക, കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുക. ഐ വിഷ് ഐ ഹാഡ് എ ബൈസൈക്കിൾ ലൈക്ക് ദിസ്. എന്നിട്ട് അവൻ ചിത്രം വരച്ചു കഴിഞ്ഞു, സൈക്കിളിന്റെ ചിത്രം വരച്ചു കഴിഞ്ഞു. എന്നിട്ട് എന്താ ആഗ്രഹിക്കുന്നത്? എനിക്കും ഇതുപോലെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിലോ? ഐ വിൽ ഷോ ദിസ് ടു മൈ ഫാദർ. തോട്ട് സോനു. എന്നിട്ട് അവൻ എന്താ വിചാരിക്കണ, എന്താ ചിന്തിക്കുന്ന? എന്താ എന്നാ ഈ ചിത്രം കൊണ്ടുപോയി അച്ഛന് കാണിച്ചു കൊടുക്കാം എന്ന് കരുതുകയാണ് നമ്മുടെ സോനു. അപ്പൊ കുട്ടിയുടെ പേരെന്താണ്? സോനു. സോനു എന്താണ് വരയ്ക്കുന്നത്? ബൈസൈക്കിൾ. ഓക്കെ, എന്താ വരച്ചത്? എന്താ? ബൈസൈക്കിൾ അല്ലേ. ഡോണ്ട് യു ഡ്രോ പിക്ചേഴ്സ്? നിങ്ങൾ ചിത്രം വരയ്ക്കാറില്ലേ? യെസ്. വാട്ട് ഡു യു ഡ്രോ യൂഷ്വലി? സാധാരണ നമ്മൾ എന്തൊക്കെ ചിത്രങ്ങളാണ്? ഇവിടെ സോനു എന്ത് ചിത്രം വരച്ചത്? ബൈസൈക്കിൾ അല്ലേ. സാധാരണ നിങ്ങൾ എന്തൊക്കെ ചിത്രങ്ങൾ വരയ്ക്കും? കാർ, ഫ്ലവേഴ്സ്, ബേർഡ്സ്, ഇതെല്ലാം നമ്മൾ ഡ്രോ ചെയ്യില്ലേ? ക്യാൻ യു ഡ്രോ എ ബൈസൈക്കിൾ? നിങ്ങൾ ബൈസൈക്കിൾ ഡ്രോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് അല്ലേ. ഡ്രോ ചെയ്തിട്ടുണ്ടോ ബൈസൈക്കിള്? അപ്പൊ ഇവിടെ നോക്കാം, നമ്മുടെ സോനു ബൈസൈക്കിൾ ഡ്രോ ചെയ്തിട്ട് അച്ഛനെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പോവാണ്. നോക്കിക്കേ, കണ്ടോ? അച്ഛനെ കൊണ്ടുപോയിട്ട് അവൻ വരച്ച സൈക്കിളിന്റെ ചിത്രം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. പപ്പ, വാട്ട്സ് യുവർ birthday gift for me? Sonu asked. You need a bicycle, right? Yes, I need a bicycle like this, said Sonu. Oh, is this a bicycle? Father asked. Yes, Papa, a different bicycle, he replied. അപ്പൊ സോനു വളരെ സന്തോഷത്തോടു കൂടി അച്ഛനെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. അവൻ വരച്ച പടം കൊണ്ടുപോയിട്ട്, അവൻ വരച്ച ബൈസൈക്കിൾ ചിത്രം കൊണ്ടുപോയിട്ട് അച്ഛനെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് എന്താ പറയണത്? പപ്പ, വാട്ട്സ് യുവർ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോർ മീ? അപ്പൊ നമ്മുടെ സോനുവിന്റെ ബർത്ത്ഡേ ആവാൻ പോവാണ് അല്ലെ. എന്താ ബർത്ത്ഡേ എന്ന് വെച്ചാൽ പിറന്നാൾ അല്ലെ. അപ്പൊ ബർത്ത്ഡേ ആവാൻ പോവാണ്. അപ്പൊ അവൻ ചോദിക്കുകയാണ്, പപ്പ എന്താ പപ്പ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരിക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അച്ഛൻ എന്താ പറയണത്? യു നീഡ് എ ബൈസൈക്കിൾ, റൈറ്റ്? നിനക്ക് ബൈസൈക്കിൾ അല്ലേ വേണ്ടത്? നിനക്ക് സൈക്കിൾ അല്ലേ വേണ്ടത്? യെസ്, ഐ നീഡ് എ ബൈസൈക്കിൾ ലൈക്ക് ദിസ്, സെഡ് സോനു. അപ്പൊ സോനു എന്ത് പറഞ്ഞു? അതെ, എനിക്ക് ഇതുപോലത്തെ ഒരു ബൈസൈക്കിൾ ആണ് വേണ്ടത് എന്ന് അവന്റെ ചിത്രം കാണിച്ചിട്ട് പറയുകയാണ് കേട്ടോ. ഓ, ഇസ് ദിസ് എ ബൈസൈക്കിൾ? ഫാദർ ആസ്ക്ഡ്. അപ്പൊ അച്ഛൻ എന്താ ചിത്രം നോക്കിയിട്ട് പറയണത്? ഇത് ബൈസൈക്കിൾ ആണോ എന്ന് ചോദിക്കുകയാണ്. യെസ് പപ്പ, എ ഡിഫറെന്റ് ബൈസൈക്കിൾ, ഹി റിപ്ലൈഡ്. അപ്പൊ അവൻ എന്താ പറഞ്ഞത്? അതെ അച്ഛാ, ഇത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള ഒരു ബൈസൈക്കിൾ ആണ്. ഓക്കെ, ഡു യു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ? നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? യെസ്. ഹൗ ഡു യു സെലിബ്രേറ്റ് ഇറ്റ്? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? എങ്ങനെയാണ്? ഡെക്കറേറ്റിംഗ് ഹോം. വീടൊക്കെ നമ്മൾ അലങ്കരിക്കും അല്ലേ, ഡെക്കറേറ്റ് ചെയ്യും. ഗീവ് ചോക്ലേറ്റ്സ് ടു എവരി വൺ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എല്ലാവർക്കും ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കും അല്ലേ. ഫ്രണ്ട്സിനും എല്ലാവർക്കും, നമ്മൾ നൈബേഴ്സിനൊക്കെ നമ്മൾ ചോക്ലേറ്റ്സ് കൊടുക്കും, കേക്ക് കട്ട് ചെയ്യും. അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ നമ്മുടെ ബർത്ത്ഡേ. ഡു യു ഗെറ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ്? പിന്നെ നമുക്ക് എന്തും കിട്ടും, നിറയെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടാറില്ലേ? അപ്പൊ നമുക്ക് കിട്ടാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിറയെ ഗിഫ്റ്റ് ഒക്കെ കിട്ടാറുണ്ട് അല്ലേ. നോക്കൂ, നെക്സ്റ്റ് പേജ് എന്താ സംഭവിച്ചത്? അപ്പൊ നമ്മുടെ അച്ഛന് ചിത്രം കാണിച്ചുകൊണ്ട് സോനു പോവുകയാണ്. Where can you get such a bicycle from? Father asked. From the market, Sonu replied. Never. You won't get it in the market, Father said. He gave the picture back to Sonu. This is my dream bicycle. How will I get one like this? Sonu wondered. He went to his grandfather's room. അപ്പൊ അച്ഛൻ അവൻ വരച്ച സൈക്കിളിന്റെ ചിത്രമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ അച്ഛൻ എന്താ ചോദിക്കുന്നത്? ഇങ്ങനൊരു സൈക്കിൾ എവിടെന്നാ കിട്ടുക എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ഫ്രം ദി മാർക്കറ്റ്, സോനു റിപ്ലൈഡ്. അപ്പൊ സോനു എന്ത് പറഞ്ഞു? കടയിൽ നിന്ന് കിട്ടും അല്ലെ, കടയിൽ നിന്ന്. നെവർ, യു വോണ്ട് ഗെറ്റ് ഇറ്റ് ഇൻ ദ മാർക്കറ്റ്, ഫാദർ സെഡ്. അപ്പൊ അച്ഛൻ എന്താ പറയുന്നത്? ഇല്ല, ഇങ്ങനൊരു സൈക്കിള് മാർക്കറ്റിൽ, കടയിൽ ഒന്നും കിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഹി ഗേവ് ദ പിക്ചർ ബാക്ക് ടു സോനു. എന്നിട്ട് എന്ത് ചെയ്തു?
അവൻ വരച്ച ചിത്രം അവൻ എന്നെ തിരിച്ചു കൊടുത്തു. ദിസ് ഈസ് മൈ ഡ്രീം ബൈസൈക്കിൾ, ഹൗ വിൽ ഐ ഗെറ്റ് വൺ ലൈക്ക് ദിസ്, സോനു വാണ്ടഡ്. അപ്പൊ അവൻ എന്താ ആലോചിക്കുന്നത്, ഇതെന്റെ ഈ ബൈസൈക്കിളിന്റെ ഡ്രീമാണ്, എന്റെ സ്വപ്നമാണ് ഇങ്ങനെ ഒരു സൈക്കിൾ കിട്ടുക എന്നുള്ള എന്റെ ഒരു ഡ്രീമാണ്. എങ്ങനെ ഇങ്ങനെ ഒരു എങ്ങനെ ഈ സൈക്കിൾ വാങ്ങാം, എങ്ങനെ കിട്ടും ഈ സൈക്കിൾ എന്ന് അവൻ ചിന്തിക്കുകയാണ്. ഹി വെന്റ് ടു ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് റൂം. എന്നിട്ട് എന്ത് ചെയ്തു, അവന്റെ ചിത്രം കൊണ്ട് നേരെ ആരുടെ മുറിയിലേക്ക് പോവാണ്, ഗ്രാൻഡ് ഫാദറിന്റെ റൂമിലേക്ക് പോവാണ്, അവന്റെ മുത്തശ്ശന്റെ റൂമിലേക്ക് പോവുകയാണ്. വൈ ഡിഡ് സോനു ഗോ ടു ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് റൂം? എന്തിനാണ് അവൻ ഗ്രാൻഡ് ഫാദറിന്റെ റൂമിലേക്ക് പോകുന്നത്? അവൻ വരച്ച ചിത്രം കാണിച്ചു കൊടുക്കണം, ഒപ്പം തന്നെ അവൻ എന്ത് വേണം, സൈക്കിൾ വേണം. എന്റെ അച്ഛൻ എന്തായാലും ഈ സൈക്കിൾ ഇങ്ങനത്തെ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എങ്ങനെ ഈ സൈക്കിൾ കിട്ടും, അവന്റെ ഡ്രീമാണ് അവൻ വരച്ച ചിത്രത്തിലുള്ള സൈക്കിൾ. അപ്പൊ അതുപോലൊരു സൈക്കിൾ എങ്ങനെ കിട്ടുക എന്ന് അറിയണം. അതിനാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഗ്രാൻഡ് ഫാദറിന്റെ റൂമിലേക്ക് പോകുന്നത് അല്ലേ. ഹി വോണ്ട് ഹിസ് ഡ്രീം ബൈസൈക്കിൾ. അവന് വേണ്ടത് സാധാരണ ഒരു സൈക്കിൾ അല്ല വേണ്ടത്, അവൻ സ്വപ്നം കണ്ട പോലത്തെ ഒരു സൈക്കിളാണ് വേണ്ടത്. Can grandpa help സോനു? അപ്പൊ അവനെ ഗ്രാൻഡ്പ സഹായിച്ചിട്ടുണ്ടാകുമോ സോനുവിന് ആ ചിത്രം നോക്കിയിട്ട് അതുപോലെ സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും ഗ്രാൻഡ്പ? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നോക്കിക്കേ, കണ്ടോ, സോനു കൊണ്ടുപോയിട്ട് അവന്റെ ചിത്രം കൊണ്ട് ആർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഗ്രാൻഡ്പയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അല്ലെ. ഗ്രാൻഡ്പ ഇവിടെ എന്താ ചെയ്യണത്, ഫാൻ നന്നാക്കുകയാണ് അല്ലെ, ടേബിൾ ഫാൻ നന്നാക്കുകയാണ്. അപ്പൊ എന്തൊക്കെയുണ്ട് ഗ്രാൻഡ്പയുടെ റൂമിൽ നോക്കിക്കേ, എന്തൊക്കെയുള്ളത്, ചെയറിൽ ഇരിക്കുകയാണ് ഗ്രാൻഡ്പ, ബെഡ് ഉണ്ട് അല്ലെ, അൽമാര ഉണ്ട്. സോനു കാണിച്ചു കൊടുക്കുകയാണ്. സോനു ഷോഡ് the picture to grandpa. Wow, an interesting bicycle. Grandfather smiled at Sonu. Papa says we won't get it in shops. Sonu said sadly. Don't worry my dear, we can make one. Sonu was happy. Really? He hugged his grandpa. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എന്താ ചെയ്യുന്നത്, ഗ്രാൻഡ്പയ്ക്ക് അവൻ വരച്ച ചിത്രം കൊണ്ട് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഗ്രാൻഡ്പ ചിത്രം കണ്ടതും എന്താ പറയുന്നത്, ഓ വളരെ ഭംഗിയായിട്ടുള്ള ബൈസൈക്കിൾ ആണല്ലോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈക്കിൾ ആണല്ലോ എന്ന് പറയണല്ലേ. എന്തുകൊണ്ടാണ്, സാധാരണ ഒരു സൈക്കിൾ അല്ല അവൻ വരച്ചിരിക്കുന്നത്, അവൻ സ്വപ്നത്തിൽ കണ്ടൊരു ബൈസൈക്കിളാണ് ഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈക്കിൾ ആണല്ലോ എന്ന് നമ്മുടെ ഗ്രാൻഡ്പ വളരെ സന്തോഷത്തോടു കൂടെ സ്മൈൽ ചെയ്തിട്ട് പറയാണ്. അപ്പൊ നമ്മുടെ സോനു എന്ത് പറഞ്ഞു, പപ്പ സേസ് വി വോണ്ട് ഗെറ്റ് ഇറ്റ് ഇൻ ഷോപ്സ്. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു സൈക്കിൾ ഒന്നും കടയിൽ കിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് അവൻ സോനു വളരെ സങ്കടത്തിൽ പറയാണ്. അപ്പൊ നമ്മുടെ ഗ്രാൻഡ്പ എന്ത് പറഞ്ഞു, ഡോണ്ട് വറി മൈ ഡിയർ, വി ക്യാൻ മേക്ക് വൺ. സോനു വാസ് ഹാപ്പി. അപ്പൊ നമ്മുടെ ഗ്രാൻഡ്പ പറഞ്ഞു, വിഷമിക്കേണ്ട മോനെ, നമുക്ക് ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കാം എന്ന് നമ്മുടെ ഗ്രാൻഡ്പ പറഞ്ഞു. അത് കേട്ടപ്പോ സോനു വളരെയധികം ഹാപ്പിയായി. അങ്ങനെ ശരിയാണോ ഗ്രാൻഡ്പ, ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവൻ എന്താ ചെയ്യുന്നത്, ഗ്രാൻഡ്പയെ ഹഗ് ചെയ്യാണ് അല്ലെ, കെട്ടിപ്പിടിക്കുകയാണ്, സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഈ സോനു ഹാപ്പി നൗ? ഇപ്പൊ സോനു ഹാപ്പി ആയിട്ടുണ്ടാകുമോ അല്ലേ? യെസ്, ഹാപ്പി ആയിട്ടുണ്ടാവും. Is it possible to make such a bicycle? അപ്പോൾ ഇത് പോസിബിൾ ആണോ, ഇങ്ങനെ ഒരു സൈക്കിൾ, അവന്റെ ഡ്രീമിലുള്ള ബൈസൈക്കിൾ ഉണ്ടാക്കുന്നത് പോസിബിൾ ആണോ? ഹൗ വിൽ ദേ മേക്ക് ഇറ്റ്? എങ്ങനെയായിരിക്കാം അവർ അങ്ങനെ ഒരു ബൈസൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ? നമുക്ക് നെക്സ്റ്റ് പേജ് റീഡ് ചെയ്യാം. നോക്കൂ, കണ്ടോ, നമ്മുടെ ഗ്രാൻഡ്പയും സോനുവും കൂടി എങ്ങോട്ട് പോയിരിക്കുന്നത്, ഷോപ്പിൽ പോയിരിക്കണം അല്ലേ. എന്തിനാ പോയിരിക്കുന്നത്, ഗ്രാൻഡ് ഫാദർ ആൻഡ് സോനു went to the market. They bought the various parts of the bicycle. A scooter seat, a steering wheel, the headlight of an auto rickshaw, and so on. Grandpa, do we need anything more? Sonu asked. We need a special horn, the horn of a bus, Grandpa said. അപ്പോൾ ഇവര് ഉണ്ടാക്കാൻ പറഞ്ഞ സൈക്കിളിന് വേണ്ടിയുള്ള പാർട്സ് ഒക്കെ വാങ്ങാൻ, സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, കടയിൽ പോയിരിക്കുകയാണ് അല്ലെ, മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. അങ്ങനെ അവർ ആ ബൈസൈക്കിൾ, അങ്ങനത്തെ ബൈസൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സോനുവിന്റെ ഡ്രീം ബൈസൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ പാർട്സ് ആയിട്ട് വാങ്ങുകയാണ്. എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് നോക്കൂ, നമ്മുടെ സ്കൂട്ടറിന്റെ സീറ്റ്, അതുപോലെ സ്റ്റിയറിംഗ് വീല്, പിന്നെന്താണ് ഹെഡ്ലൈറ്റ് ഇല്ലേ, ഓട്ടോറിക്ഷയുടെ ഹെഡ്ലൈറ്റ്, ഫ്രണ്ടിലെ ലൈറ്റ് ഇല്ലേ, അതിന് നമ്മൾ ഹെഡ്ലൈറ്റ് എന്ന് പറയുക. പിന്നെന്താ ചോദിച്ചു ഗ്രാൻഡ്പ, ഇനി എന്തെങ്കിലും കൂടി വേണോ, ഇനി എന്തെങ്കിലും നമ്മൾ വാങ്ങാനുണ്ടോ എന്ന് സോനു ചോദിക്കുകയാണ്. അപ്പൊ എന്താ ഗ്രാൻഡ്പ പറയണത്, നമുക്കൊരു ഹോൺ വാങ്ങണം അല്ലെ, നമുക്കൊരു ഹോൺ വേണം. എന്തിന്റെ ഹോണാണ്, ബസ്സിലെ ഹോണാണ്, കണ്ടിട്ടില്ലേ ബസ്സിലെ ഹോണ്. അപ്പൊ അങ്ങനെ ഒരു ഹോണാണ് വേണ്ടതെന്ന് നമ്മുടെ ഗ്രാൻഡ്പ പറയാണ്. Can you name the parts of a bicycle? ശരിക്കും നമ്മളൊരു ബൈസൈക്കിൾ ഇതൊക്കെയാണോ പാർട്സ്, നമ്മൾ ഓട്ടോറിക്ഷന്റെയും നമ്മുടെ ബസ്സിന്റെയും അതുപോലെ സ്കൂട്ടറിന്റെ ഒക്കെ സാധനങ്ങൾ എടുത്തിട്ടാണോ നമ്മൾ സൈക്കിൾ ഉണ്ടാക്കുക, അല്ല അല്ലെ. പക്ഷെ നമ്മുടെ സോനുവിന്റെ ഡ്രീമിലുള്ള ബൈസൈക്കിൾ അങ്ങനത്തെ ഒരു സൈക്കിളാണ്. ഓക്കെ, ശരിക്കുമുള്ള പാർട്സ്, നമ്മുടെ ബൈസൈക്കിൾ എന്തൊക്കെ പാർട്സ് ശരിക്കും ഉണ്ടാവുക, സീറ്റ് ഉണ്ടാവും, സ്റ്റാൻഡ്, പെഡല്, ലൈറ്റ്, ഹാൻഡില്, ടയർ അല്ലെ. Can grandpa make Sonu's dream bicycle before the birthday? അപ്പൊ നമ്മുടെ സോനുവിന് ബർത്ത്ഡേക്ക് വേണം അല്ലെ, ബർത്ത്ഡേക്ക് മുമ്പ് നമ്മുടെ സൈക്കിൾ റെഡി ആയിരിക്കണം എന്നാണ് നമ്മുടെ സോനു പറയണത്. അപ്പൊ ഗ്രാൻഡ്പ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടാകുമോ? നോക്കൂ, നെക്സ്റ്റ് പേജ് നോക്കിക്കേ, എന്താ ചെയ്യണത് ഗ്രാൻഡ്പ, എന്താ ചെയ്യണത്, നമ്മൾ സൈക്കിൾ ഉണ്ടാക്കുകയാണ് അല്ലെ, സൈക്കിളെല്ലാം പാർട്സ് എല്ലാം ജോയിൻ ചെയ്യാണ്. അപ്പൊ സോനു എന്താ പറയുന്നത് നോക്കൂ,
Is my bicycle ready, Grandpa? Sonu asked eagerly. Yes, my dear, it's almost over, Grandpa said. Will it be ready by Wednesday? Sonu asked. Oh yes, your birthday is on Wednesday. It will be ready by then, Grandpa said with a smile. അപ്പോൾ ഗ്രാൻഡ്പ ഇരുന്ന് നമ്മുടെ ബൈസൈക്കിൾ റെഡിയാക്കുകയാണ്. അപ്പം നമ്മുടെ സോനുവിന് വളരെ എന്താ ചെയ്യുന്നത്, സോനു റെഡിയായോ എന്ന് ചോദിക്കുകയാണല്ലേ. ഗ്രാൻഡ്പ സൈക്കിൾ റെഡിയായോ ചോദിക്കുകയാണ്. ഗ്രാൻഡ്പ എന്താ പറയണത്, കഴിയാനായി, ഏകദേശം കഴിയാനായി. അപ്പൊ നമ്മുടെ സോനു എന്താ പറയണത്, വെനസ്ഡേ ആകുമ്പോഴേക്കും റെഡി ആവില്ലേ എന്ന് ചോദിക്കുന്നത്. എന്താ വെനസ്ഡേ പറഞ്ഞ ഏത് ഡേ ആണ്? നമുക്ക് ഒരു വീക്കിൽ 7 days ആണ് ഉള്ളത് അല്ലേ. വെനസ്ഡേ എന്ന് വെച്ചാൽ ഏത് ദിവസമാണ്? ബുധനാഴ്ച പറയുന്നതാണ് വെനസ്ഡേ. അപ്പൊ നമ്മള് വെനസ്ഡേ റെഡി ആവില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ വെനസ്ഡേയുടെ പ്രത്യേകത എന്താ സോനുവിന്? വെനസ്ഡേ ആണ്, അതായത് ബുധനാഴ്ചയാണ് നമ്മുടെ സോനുവിന്റെ ബർത്ത്ഡേ. അപ്പൊ എന്താ പറയുന്നത്? ഓ യെസ്, യുവർ ബർത്ത്ഡേ ഈസ് ഓൺ വെനസ്ഡേ. ഇറ്റ് വിൽ ബി റെഡി ബൈ ദെൻ, ഗ്രാൻഡ്പ സെഡ് വിത്ത് എ സ്മൈൽ. അപ്പൊ ഗ്രാൻഡ്പ എന്ത് പറഞ്ഞു? ഓ, നിന്റെ പിറന്നാള് വെനസ്ഡേ ആണല്ലേ, നിന്റെ ബർത്ത്ഡേ വെനസ്ഡേ ആണല്ലേ. അപ്പൊ അപ്പോഴേക്കും നമുക്ക് റെഡി ആക്കാം നമ്മുടെ ഗ്രാൻഡ്പ പറഞ്ഞു. How will Sonu celebrate his birthday? എങ്ങനെയാണ് നമ്മുടെ സോനു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക? Will he get his dream bicycle on his birthday? അവന്റെ ഡ്രീം ബൈസൈക്കിൾ അവന്റെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ടാകുമോ നോക്കൂ. നോക്കി, ഇതാണ്ടോ അവൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. നിറയെ ബലൂൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, കേക്ക് ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ. ഇത് അവന്റെ ഡ്രീം ബൈസൈക്കിൾ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നു നോക്കൂ, ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ ആണ്? സോനുവിന്റെ. Where did you get this wonderful bicycle from? Sonu's friends gathered round the bicycle. My grandpa made it for me. Really? Where is he? The children asked. There he is, Sonu said. The children ran to Sonu's grandfather. The bicycle looks fantastic, they said, holding his hand. Thank you. You can also ride it. Friends, we will go for a ride next Friday, Sonu said. അപ്പൊ എന്താ പറഞ്ഞ, എല്ലാവരും സൈക്കിൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. Where did you get this wonderful bicycle from? Sonu's friends gathered round the bicycle. അപ്പൊ സോനുന്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ബൈസൈക്കിൾ ചുറ്റും കൂടി നിന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ബൈസൈക്കിൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ സോനു എന്ത് പറഞ്ഞു? എന്റെ ഗ്രാൻഡ്പയാണ് എന്റെ മുത്തശ്ശനാണ് എനിക്കിത് ഉണ്ടാക്കി തന്നത്. അപ്പൊ കുട്ടികളൊക്കെ ചോദിച്ചു, ആണോ, എവിടെ, നിന്റെ ഗ്രാൻഡ്പ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ സോനു മുത്തശ്ശനെ കാണിച്ചു കൊടുത്തത് അവിടെ ഉണ്ടെന്ന് പറയാണ്. There he is. കുട്ടികളെല്ലാവരും എന്ത് ചെയ്തു? ഗ്രാൻഡ്പന്റെ അടുത്ത് പോയി ഓടി എല്ലാവരും ഗ്രാൻഡ്പന്റെ അടുത്ത് എത്തിയിട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് എന്ത് പറയാണ്? ബൈസൈക്കിൾ കാണാൻ ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ടെന്ന് കുട്ടികൾ പറയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരും പറഞ്ഞു. അപ്പൊ സോനു എന്ത് പറയാണ്? താങ്ക് യു, യു ക്യാൻ ഓൾസോ റൈഡ് ഇറ്റ് എന്ന് നമ്മുടെ ഗ്രാൻഡ്പ പറഞ്ഞു. സോനു പറയാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രൈഡേ എന്ന് വെച്ചാൽ ഏത് ഡേ ആണ്? വെള്ളിയാഴ്ച അല്ലെ. ഫ്രൈഡേ പറഞ്ഞ ഒരു ഡേ ആണ്, വെള്ളിയാഴ്ചയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈഡേ നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓടിക്കാം, സൈക്കിൾ ഓടിക്കാൻ തരാം, റൈഡ് ചെയ്യാം എന്നൊക്കെ പറയാണ്. സൈക്കിൾ ഓടിക്കാന്ന് പറയാണ് സോനു. ഡു യു ലൈക്ക് സോനുസ് ഗ്രാൻഡ് ഫാദർ? അപ്പൊ നിങ്ങൾക്ക് സോനുവിന്റെ ഗ്രാൻഡ് ഫാദറിനെ ഇഷ്ടമായോ? എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. Yes, I like Sonu's grandfather because he makes Sonu's dreams come true. കാരണം എന്തുകൊണ്ടാണ്? സോനു ഡ്രീം ചെയ്തത്, സോനുവിന്റെ ഡ്രീം നടത്തി കൊടുത്തത് ആരാണ്? ഗ്രാൻഡ്പയാണ് അല്ലെ, അങ്ങനെ സൈക്കിൾ ഉണ്ടാക്കി കൊടുത്തത്. ഡു യു ഹാവ് ഗ്രാൻഡ് പാരന്റ്സ്? ഡു യു ലവ് ദം? നിങ്ങൾക്ക് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടോ? നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. Yes, I have grandparents. I love them. Okay. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സോനുവിന്റെ കഥ ഇഷ്ടമായില്ലേ? ദ ഡ്രീം ബൈസൈക്കിൾ ഇഷ്ടമായോ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയമാണ് അടുത്തുള്ളത്. ട്രാഫിക് ലൈറ്റ് എന്നുള്ള ഒരു പോയമാണ്. ട്രാഫിക് ലൈറ്റ്സ്. നിങ്ങൾ ട്രാഫിക് ലൈറ്റ്സ് കണ്ടിട്ടുണ്ടോ? എന്താണ് നമ്മുടെ ട്രാഫിക് ലൈറ്റ്സ് എന്ന് പറയുക. ഇപ്പൊ ട്രാഫിക് ലൈറ്റിൽ എത്ര കളേഴ്സ് ആണ് ഉള്ളത്? 3 കളേഴ്സ് ആണ് അല്ലെ, 3 കളേഴ്സ് ആണ്. ഏതൊക്കെ കളറുകളാണ്? റെഡ്, യെല്ലോ, ഗ്രീൻ. ഓക്കെ, ട്രാഫിക് ലൈറ്റ്സ്. നമുക്ക് ഈ പോയം റീഡ് ചെയ്യാം. റെഡ് ലൈറ്റ്, what do you say? I say stop and stop right away. Yellow light, what do you mean? I mean wait till the light turns green. Green light, what do you say? I say cross, but please look each way. Thank you, red, yellow, green. Now we know what the traffic lights mean. നമ്മൾ ട്രാഫിക് ലൈറ്റ്സ് കണ്ടിട്ടുണ്ടാവും, 3 കളേഴ്സും കണ്ടിട്ടുണ്ടാവും അല്ലേ. അല്ലെ, റെഡ് ലൈറ്റ് കത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് റെഡ് ലൈറ്റ് കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, നിർത്തണം അല്ലെ. യെല്ലോ ലൈറ്റ് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യണം, നമ്മൾ
ഗ്രീൻ ലൈറ്റ് കത്തുന്നവരെ വെയിറ്റ് ചെയ്യണം. ഗ്രീൻ ലൈറ്റ് കത്തുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പോകാൻ പാടുള്ളൂ അല്ലെ. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ വശങ്ങൾ രണ്ട് സൈഡിലായിട്ട് നോക്കണം. ഐ സേ ക്രോസ് ബട്ട് പ്ലീസ് ലുക്ക് ഈച്ച് വേ. മുന്നോട്ട് പോകാനുള്ള ലൈറ്റ് ഏതാണ്, ഗ്രീൻ ലൈറ്റ് ആണ് അല്ലെ. കത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവേണ്ടത്. താങ്ക് യു റെഡ് യെല്ലോ ഗ്രീൻ. അപ്പൊ നമ്മൾ 3 കളേഴ്സ്, ട്രാഫിക് ലൈറ്റിലെ 3 കളേഴ്സ് മനസ്സിലായില്ലേ. ഇതാണ് നമ്മുടെ ട്രാഫിക് ലൈറ്റ്സിനുള്ള പോയം. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് എടുത്തത് എന്തൊക്കെയാണ്, നമ്മുടെ ഡ്രീം ബൈസൈക്കിളിലുള്ള സ്റ്റോറിയും അതുപോലെ ട്രാഫിക് ലൈറ്റ് എന്നുള്ള നമ്മുടെ ഒരു പോയവുമാണ് എടുത്തത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ? നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.